ദുർഗ എന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലമാണ് ഓർമ്മ വരുന്നത്. ഞാൻ സ്കൂൾ കട്ടടിച്ച് ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുള്ളൊരു സിനിമയാണ് ദുർഗയുടെ ഷൂട്ടിംഗ്. നിലമ്പൂർ, ഞങ്ങളുടെ നാട്ടിലാണ് അതിൻ്റെ കുറേ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രേം നസീറും വിൻസെൻറ്റും എല്ലാം അഭിനയിക്കുന്ന സ്റ്റണ്ട് രംഗമൊക്കെ. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളൊക്കെ ഷൂട്ടിംഗ് കാണാൻ ഇടിച്ചു പോയി നിന്നിട്ട് ഈ തിരക്കിനിടയിലൂടെ പ്രേം നസീർ സാറിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഇപ്പം നടന്ന സംഭവം പോലെ ഓർക്കുകയാണ് സത്യത്തിൽ. കാരണം പിന്നീട് നസീർ സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഈ കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്. സാറിനെ ഞാൻ അന്ന് തന്നെ കുട്ടിക്കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. സാറ് വളരെ സ്നേഹമുള്ള ഒരാളായതുകൊണ്ട് സാറിങ്ങനെ എന്നൊക്കെ ചിരിച്ചൊരു മറുപടിയാണ് അന്ന് തരികയുണ്ടായത്. ഈ ദുർഗ എന്നുള്ള ചിത്രം ഒരു സർക്കസ് ചിത്രമായിരുന്നു. ഇതിലെ എല്ലാ ഗാനങ്ങളും വളരെ മനോഹരമായ ഗാനങ്ങളായിരുന്നു. ഇതിൽ നസീർ സാറിൻ്റെ ഹീറോയിനായിട്ട് നസീർ 2 റോളുണ്ട്, അച്ഛനായിട്ടുമുണ്ട് മകനായിട്ടുണ്ട്. നസീറിൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത് വിജയ നിർമ്മല എന്ന നടിയാണ്. അവർ ശരിക്കും വിൻസെൻ്റ് മാസ്റ്ററാണ് വിജയ നിർമ്മലയെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭാർഗവി നില എന്ന ചിത്രത്തിലൂടെയാണ് അവർ വരുന്നത്, ഭാർഗവി കുട്ടിയായിട്ട്. അവരെപ്പറ്റി പറയുമ്പോൾ, വിജയ നിർമ്മലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ സംവിധായകയാണ് വിജയ നിർമ്മല. കവിത എന്നുള്ളൊരു സിനിമ വിജയ നിർമ്മലയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അവർ പിന്നീട് തെലുങ്കിലും ഒക്കെ കുറേ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയുണ്ടായെങ്കിലും മലയാളത്തിലെ ആദ്യത്തെ വനിതാ സംവിധായിക ആരാണെന്ന് ചോദിച്ചാൽ ഈ അഭിനേത്രിയായ വിജയ നിർമ്മലയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയേണ്ടി വരും. അവർ വിജയ നിർമ്മലയും നസീർ സാറും കൂടി അഭിനയിക്കുന്ന ഒരു രംഗമാണ് ദുർഗ എന്ന ചിത്രത്തിലെ സഞ്ചാരി എന്ന ഗാനം. സഞ്ചാരി എന്ന ഗാനത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് സുശീലാമ്മയെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. അറിയാത്ത ഭാഷയിൽ പാടുമ്പോൾ പോലും അവരുടെ ശബ്ദത്തിൽ കൂടെ നിറയുന്ന ആ ഒരു എന്താ പറയുക, അർത്ഥം അറിയാതെയാണ് പാടുന്നതെങ്കിൽ പോലും സുശീലാമ്മയുടെ ശബ്ദത്തിലുള്ള ഒരു വികാര വായ്പ് നമ്മളെ വന്ന് എന്താ പറയുക, ഒരു ഇളം കാറ്റ് പോലെ നമ്മുടെ മനസ്സിൽ വന്ന് തലോടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവരുടെ സ്വന്തം കഴിവും പിന്നെ അതിൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹം കൂടി ചേർന്നപ്പോൾ സുശീലാമ്മയ്ക്ക് ഇങ്ങനെ ഒരു കഴിവ് കിട്ടി എന്ന് പറയേണ്ടി വരും. കാട്ടിൽ പോയി ഞാൻ പുള്ളിപ്പുലിനകം കൊണ്ടുവരാം. പുല്ലാനിത്താഴ്വരക്കാട്ടിൽ പോയി ഞാൻ പുള്ളിപ്പുലിനകം കൊണ്ടുവരാം. ഈ കണ്ണാടി പുഴയിൽ നീർ കുടിക്കാൻ വരും കസ്തൂരി മൃഗത്തിനെ പിടിച്ചു തരാം. ഒരു മോതിരത്തിന് കല്ല് തരൂ, ഒരു കല്ല് തരൂ. സഞ്ചാരി, സ്വപ്ന സഞ്ചാരി, ഈ മഞ്ചാടിക്കുടിലിൻ മുറ്റത്ത് വരുമോ, നിൻ ചൂടാമണി തരുമോ. സഞ്ചാരി, ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ പരിസരത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഗാനം വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഭൂതത്താൻ പാറകൾ കേറിപ്പോയി ഞാൻ പൂന്തേൻ മെഴുകട കൊണ്ടുവരാം. ഭൂതത്താൻ പാറകൾ കേറി